MRZ സാഹിൽ ഹായ്, എല്ലാവർക്കും ഹായ് ഗൈസ്, വെൽക്കം ടു സ്ട്രീം. മൈൻഡ് ഒട്ടും ഓക്കെ അല്ലടാ, ഞാൻ പെട്ടെന്ന് നിർത്തും. ഞാൻ എവിടെ കുറുപ്പ് എന്തേ? മേക്കെ കാണുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഒരു മിനിറ്റ് വിളിച്ചു. മൈക്ക് ഇഷ്യൂ മാറിയില്ലടാ. ഇന്ന് മൈക്കൊന്നും റെഡിയാക്കാനുള്ള പറ്റിയ മൂഡിലൊന്നും അല്ല. എന്താ അറിയില്ല, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ജീവിതത്തിൽ ഓരോന്നോരോ പാഠങ്ങളാണ്. അപ്പോൾ പിന്നെ ഓരോ പാഠങ്ങളല്ലേ ഇതല്ല. മാലിക്കിനെ ബിലാലിനൊന്ന് വിളിച്ചാണ് വിസി വരാൻ പറ. ഹലോ ഹലോ ലൈവാ കുറുപ്പേ മാലിക്കിനെ ബിലാലിനെ ഒന്ന് വിളിച്ചടാ. ചാനലൊക്കെ പോയാൽ ചൊറല്ലേ. ചാനലൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും. വേറെ ചാനൽ നോക്കുന്നുണ്ട്, ഒരു 70K 80Kൻ്റെ ഒക്കെ ചാനൽ പൈസ കൊടുത്തിട്ട് വേറെ കിട്ടുമോ നോക്കുന്നുണ്ട്. മറ്റേ കിട്ടുമോ കിട്ടൂല എന്നുള്ളതൊന്നും അറിയില്ല. ഞാനതൊന്നും അത്ര മൈൻഡൊക്കെ അത്ര കയറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ താത്താൻ കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായാണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്നും എനിക്ക് ഇഷ്യൂ ഇല്ല. ബിലാലോടെ എന്തോ പറയാ. ഞാനത് ഞാൻ പറയണമെന്ന് കരുതിയപ്പോൾ മാക്ക് പറയുന്നത് പറയണ്ട ഓരോ കാര്യങ്ങൾ. എനിക്കിത് സഹിക്കുന്നില്ല ഗൈസ്. എനിക്ക് ഇങ്ങനെ ഹലോ ശരി, ലൈവ് ഇട്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മള് ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഒന്നും പറയണ്ടെന്നാ ഞാൻ പറയുള്ളൂ ഇപ്പൊ തൽക്കാലം. ഇല്ല, ഞാൻ അതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇപ്പൊ ചെയ്യിക്കേണ്ടത് പ്രോപ്പർ കാര്യം ഞാൻ പറഞ്ഞു. അത് അങ്ങനെയാണ് ശരിക്ക്. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെ വരുള്ളൂ. സോ ഇതിനകത്ത് നമ്മള് എടാ, എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ള സംഭവങ്ങളാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് ഇതൊക്കെ കോമൺ ആയിരിക്കും, പക്ഷെ എനിക്ക് കോമൺ ഒന്നുമല്ല. എനിക്കെന്ത് കോമൺ? നമ്മളെന്താ അനുഭവിച്ചല്ല ഇതിൻ്റെ അകത്ത് കിടന്ന് ഒരുമിച്ച് തന്നെ അനുഭവിച്ചത്. സന്തോഷിച്ചത് ഒരുമിച്ചാണ്, വന്ന പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ചാണ്. എനിക്ക് എടാ, പറയണോ പറയണ്ടേന്നുള്ള മൈൻഡ് ഔട്ടായി. ഞാൻ ഇതെല്ലാം ലൈവ് ഇട്ട് കണ്ട് ഒരു തലക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് പറയണ്ട അറിയുമ്പോൾ പിന്നെ ഞാൻ എന്താക്കാനാ. ശരിക്കും ലൈവ് ഇടൂലെന്ന് പറഞ്ഞേ, അതിനിടയ്ക്ക് പറ എന്ന് പറയുന്നുണ്ട്. ഈ എല്ലാം പറ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ പറയും, നിങ്ങൾ കേട്ടിട്ട് പോകും. ഇതിന് ശേഷം നിങ്ങൾ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ശരിക്കും അടുത്ത ദിവസം ലൈവ് വരുമ്പോഴായിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു 12-24 മണിക്കൂറുകളുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ ഈ ചാറ്റിൽ സ്പാം ചെയ്യുന്ന 1800 ആൾക്കാര് ഈ പറ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് കേട്ടിട്ട് പോയിട്ട് നിങ്ങൾ അതിനെപ്പറ്റി പിന്നെ ഡിസ്കസ് ചെയ്യുന്നതോ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതോ ഷേക്കിന്റെ അടുത്ത ലൈവിലായിരിക്കും. അതിന്റെ ഇടയ്ക്കുള്ള ഈ ടൈം ഫ്രെയിമിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതിനെ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെ അതിനെ കൊണ്ടുള്ള ലൂപ്പും കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഗൈസ്, ചില്ലാവ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളാണ് നിങ്ങളിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമ്പം എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ തരും, ഇനിയും തരും. നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധമായ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവിധ ഗൈസ് ഇല്ല, നിങ്ങൾ കുറച്ചേരം കൊണ്ട് എന്തായാലും അത് അറിയും. പിന്നെ ഇപ്പം നമ്മളെ ലൈവിൽ ഇനി ഇതാക്കി എന്നൊന്നും പറയണ്ട, ആയിരിക്കും നല്ലത് എനിക്ക് തോന്നണത്. പിന്നെ ഞാൻ അതൊരു ബാഡാവണ്ട. ഈ മിണ്ടാണ്ടിരിക്കാൻ പറയുന്ന ആൾക്കാരൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വരുമോ? ഇല്ലല്ലോ, നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ. ഷിബു ഇഷ്യൊന്നും ഇല്ലടാ. എന്ത് ഷിബു ഇഷ്യൂ? അന്ന് മൈൻഡ് ചെയ്യാതെ നിന്നാ മതി, മനസ്സിലായോ? കുറെ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതെ വിടാ. പക്ഷെ അത് എന്തല്ലോ ആയടാ, അറിയില്ല. അല്ല, എന്തൊക്കെയോ ആയിപ്പോയി, അറിയില്ല എന്താ. അല്ല ശരി, അതാവുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോകുന്നത് പോലെ ഇപ്പൊ പോട്ടെ, ഗോ വിത്ത് ദ ഫ്ലോ, എല്ലാം ശരിയാവും.
വഴിയാണെങ്കിലും അത്രേ ഉള്ളൂ. നിനക്കെല്ലാം ഗോവിന്ദ ഫ്ലോ ആ കുറുപ്പേ. ഇല്ല ഷെയ്ഖ് എന്നെ ശരിക്ക് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ശരിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ 7 വർഷം ആർപിയില് കുറുപ്പെ കുറുപ്പിന്റെ അടുത്താണ് ഇതൊക്കെ എനിക്ക് കൂടുതൽ പറയാം. ഇതൊക്കെ 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 സിമ്പിൾ ആസ് ഫക്കായിട്ട് കളയേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയില്ല. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയും. ഉം, ഉം, ഉം. ഇല്ല. അയ്യോ എനക്കറിയില്ല മക്കളെ എന്തു പറയണം. പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവും, മനസ്സിലായോ? പറയാതെക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. മൂഡ് പോയടാ, മൂഡ് ലിറ്ററലി പോയി. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 7 മണി മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഔട്ടാ. 7 മണി വരെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു സ്ട്രീമൊക്കെ വരണമെന്ന് കരുതിയായിരുന്നു ഞാൻ ഫോർസിൻ്റെ. മാലിക് എന്ത് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, പുറത്ത് ഇപ്പൊ വരാന്ന് പറഞ്ഞ്. വന്നോളൂ. സദാ നിങ്ങള് മാക്ക എവിടെ, എന്താ പരിപാടി? ഞാൻ എന്തുവാ ക്ലൂ പറയാൻ ഒരു 10 മിനിറ്റും കൂടെയൊക്കെ കാത്തുനിന്നാ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പം എന്തോ ഞാൻ പറയുന്നത് എന്തിനാ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ആക്ച്വലി. ഞാൻ ചാറ്റ് വായിക്കുന്നുണ്ട് guys. ഈ എൽമാക്ക് ഇട്ടോണ്ടിരുന്നാലൊന്നും എനിക്കൊരു ബർഗണ്ടി റെഡ് ആണ് പോലും ശരിയായിരുന്നു. തട്ടൂല. എനിക്ക് എന്റെ കൂടെ ബർഗണ്ടി ആക്ച്വലി ബർഗണ്ടി അല്ല, അത് അതുകൊണ്ടായിരുന്നോ? ആരട്ടെ അത് കൺഫേം മെറൂൺ ആണ് guys. ഇതൊക്കെയുണ്ട്. അത് അതിനാലെ കുറേ പേര് അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു. നമ്മളെ കളറൊക്കെ പെൻഡിങ്ങിലാക്കി തിരിച്ച് ഇനി ഒന്നും കൂടി അപ്രൂവ്, ബ്രാവോയും ഇനി അതൊക്കെ നമുക്ക് തിരിച്ച് ബ്രാവോയും അപ്രൂവൽ confused പുതിയ ആണ്. കളറൊക്കെ വാങ്ങിയിട്ട് വേണ്ടി വരും. ഞാൻ പറയാലോ ലിറ്ററലി മൈൻഡ് ഔട്ടാണ് കഴിച്ച്. കളറും പറയുന്നല്ല, കളറൊക്കെ ഇവിടെ കളർ എന്ത് കളർ? ഗ്യാങ് റിജക്റ്റ് ആക്കിയിട്ടൊന്നുമില്ല ഗൈസ്. ഗ്യാങ് ഒക്കെ നമ്മൾ ഗ്യാങ് ഗ്യാങ് ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. ഗ്യാങ്ങിന് എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റൂല. എടാ എനിക്ക് സത്യം പറയാലോ, ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം പേടിയാ ലിറ്ററലി. നമുക്ക് ആ ഒരു ഗോവിത്ത ഫ്ലോ ഒന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. എന്ത് പറയണമെന്ന് അറിയില്ല, ആരെ വിശ്വസിക്കണമെന്ന് അറിയില്ല, ആരൊക്കെയാണ് ബാക്ക് സ്റ്റാബ്, ആരൊക്കെയാണ് പണി തരുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും താത്താൻ കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ടടാ. പ്രാങ്ക് അണ്ടിയാന്ന് എനിക്ക് ഇങ്ങനെ വന്നാണ്ട് ഞാൻ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ലൈവോ അല്ലെങ്കിൽ ഇതേമാതിരി ഇരുന്ന് വേറെ ആൾക്കാരെ ആരാധിക്കണ ലൈവോ എനിക്ക് ചെയ്യാൻ പൊതുവെ താല്പര്യമില്ല. അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ റെഗുലറായിട്ട് കാണുന്ന സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്ന ഓഡിയൻസിനെ അറിയാം നമ്മളാ പരിപാടി ചെയ്യലില്ല. ഇനി ഇതിന്റെ പേരിൽ അപ്പുറത്ത് പോയിട്ട് ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കരുത് ഉള്ള കാര്യം പറയാം. അതിനെപ്പറ്റി നിങ്ങൾ കാര്യത്തിന്റെ വ്യക്തത അറിയാതെ അവിടെ എവിടെയും പോയിട്ട് ചുമ്മാ ഓരോന്ന് പറയരുത്. ഇപ്പൊ ഇത്ര മാത്രം കേട്ടിട്ട് അവിടെ എവിടെയും പോയിട്ട് ഓരോന്ന് പറഞ്ഞു തുടങ്ങും. ഇപ്പൊ തന്നെ വേറെ ആരെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് പറയാം ഇത് പറയാം, അതൊന്നും ചെയ്യരുത് നിങ്ങൾ. ഹാപ്പി ന്യൂസോ? ഹാപ്പി ന്യൂസ് ഞങ്ങൾ കുറെ ട്രൈ ചെയ്താ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി. ഞങ്ങൾ 2 മണിക്കൂർ ഞാൻ ശരിക്കും ട്രൈ ചെയ്തു, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല സത്യം പറയാലോ, ഞാൻ ട്രൈ ചെയ്തു ശരിക്കും, എനിക്ക് അത്രയ്ക്ക് വൈകായിരുന്നു. അത് നടക്കൂല മനസ്സിലായി. ബട്ട് സ്റ്റിൽ എടാ നമ്മൾ ഈ മറ്റേ എന്താ പറയാ ഈ മണൽത്തരികളില്ലേ, അതുപോലെയാണ് ചില ബന്ധങ്ങൾ, മനസ്സിലായോ? നമ്മൾ മുറുകെ പിടിക്കും തോറും നമ്മൾ വിചാരിക്കും അത് നമ്മളെ കൂടെ നിൽക്കുന്നു. പക്ഷേ നമ്മൾ ഈ മണൽത്തരികൾ മുറുകെ പിടിക്കും തോറും അത് നമ്മളെ കയ്യിൽ നിന്ന് തെന്നി തെന്നി പോവും. അതാണ് സത്യം. ചിലതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ. വാട്ടവർ. വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, അത് വേറെ രീതിക്ക് അടികളാവും. അതാ എനിക്ക് കുറെ കാര്യങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാൻ നിൽക്കണ്ട. കുറിപ്പ് കണ്ടില്ലേ മുണ്ടാതെ ഞാൻ പറയാലോ, ജീവിതത്തിൽ ഭയങ്കരമായ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ പോയി. അല്ല കുറിപ്പ്, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് എന്നെയും എന്റെ നിഴലിനെയും ഇപ്പൊ കറന്റ് ഷെയ്ക്കിനെ മാത്രമേ വിശ്വാസമുള്ളൂ. ഉള്ള കാര്യം പറയാലോ, തമാശ പറഞ്ഞല്ലേ, ഞാൻ കാര്യം പറഞ്ഞ വേറെ ഒന്നും അല്ല. എനിക്ക് ഇപ്പൊ എന്നെയും എന്റെ നിഴലിനെയും ഷെയ്ക്കിനെ മാത്രമേ എനിക്കിപ്പോ വിശ്വാസമുള്ളൂ.
അതിന്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും കുറച്ച് മനസ്സിലാവും. സത്യം പറയല്ലോ, അത് വേറെ ഒന്നും കൊണ്ട് പറയല്ല കൈസ്, അത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും ഷെയ്ഖിനോട് എന്ന് ഓൾറെഡി എനിക്കറിയത്തില്ല. പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാക്ക. ഷെയ്ഖ് ഇപ്പൊ തൽക്കാലം ഷെയ്ഖിനെ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അത് അങ്ങനത്തെ ഒരു ഗെയിമാണിത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എടാ ഞാൻ ന്യൂ ടു ആർപിയ, എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനതൊക്കെ പയ്യെ പയ്യെ പഠിച്ചെല്ലാം, ഞാൻ എൻ്റെ മിസ്റ്റേക്സ് തന്നെയാണ് എല്ലാം പഠിച്ചത്. സത്യം പറയാലോ, ഒരുപാട് കാര്യങ്ങൾ. കുറേ ആൾക്കാർ അമ്പി എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ അത് ഇത് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ MRG TV8 KV8 ആയിട്ട് ഉണ്ടാക്കാൻ ഒരു സാധനം MRG നിന്നപ്പോൾ ചെയ്തിട്ടില്ലായിരുന്നു. അത് മാക്കിനും ഇതിൻ്റെ കൂടെ നിന്ന് അത്രയും കുറച്ച് ആൾക്കാർക്കും നന്നായിട്ട് അറിയാം. ഞാൻ അടി പൊട്ടരുത് എന്ന് എത്രത്തോളം നോക്കിയോ, അതൊക്കെ പിന്നീട് അടി പൊട്ടിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുത്ത് നിൽക്കണമായിരുന്നു ഹലോ, എന്നുള്ള രീതിയിലൊക്കെ. ആ മിസ്റ്റേക്കുകളൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യരുതെന്ന് എഴുതിയിട്ടാണ് ആദ്യം തന്നെ ഒരാളെയും ഫ്രണ്ട്ലി ഗ്യാങ്ങായി കാണൂല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത്. ബിലാൽ വല്ലതെന്നോ? എന്ത് ബിലാൽ? ബിലാലൊന്നും ഒന്നും ചെയ്യൂല. ബിലാലൊക്കെ എവിടെ പോവാൻ, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ പറയില്ല കൈസ്, നമ്മൾ ജീവിതത്തിൽ ആരെയും വിശ്വസിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വരുമ്പോൾ എല്ലാവരും ഇട്ടുപോകും, അത്രേ ഉള്ളൂ. അത് ഇതേപോലെ ഇപ്പം ഇനി ഇരുന്ന അപ്പുറത്തുള്ള ആൾക്കാരും പറയും നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇട്ട് പോകുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ റീസൺ, വ്യക്തമായ റീസൺസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും കുറേ ആൾക്കാർക്ക് അറിയില്ല. അത് വളരെ അപൂർവം. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയോ? അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അറിയില്ല. കുറേ പേർക്ക്, അവിടെ നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ റീസൺ അറിയുള്ളൂ. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പം കുറേ നേരം രാജുഭായിനോട് സംസാരിച്ചു. രാജുഭായിനോട് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലായതിൽ ഓൽക്കും സങ്കടങ്ങളുണ്ട്. നമ്മളെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷമങ്ങളുണ്ട്. മിസ്റ്റേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഓല സൈഡിൽ നിന്ന് നോക്കുമ്പം അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ്. കാരണം അത്രയും സമയം കാലം ഒപ്പം നടന്ന് എല്ലാ ആവശ്യത്തിനും, എൻ്റെ പല ആവശ്യത്തിനും രാജുഭായി ഇതേമാതിരി വണ്ടി കയറി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ മലപ്പുറം വരെ വന്നിക്കണേ, ഇല്ല ഒന്നും പറയണില്ല. അത്രയും പിന്നെ പുള്ളിൻ്റെ 110 ഇട്ടിട്ട് എനിക്കും വേണ്ടിയിട്ടൊക്കെ നിന്നിക്കണേ. പക്ഷെ ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടും കൂടി തന്നെയാണ് ഇറങ്ങിയത്. ആ ഇറങ്ങിയ സമയത്ത് ഞാൻ ലിറ്ററലി ഒരാളോടും പറഞ്ഞില്ല. മറ്റതെല്ലാം ഷെയർ ചെയ്യണേ ഞാൻ ആരോടും ഷെയർ ചെയ്യാതെ ഇറങ്ങി എന്നുള്ളൊരു റീസണാണ് പുള്ളി പറഞ്ഞത്. അപ്പം പുള്ളിക്ക് അതിൽ സങ്കടമുണ്ട്, മാരിക്ക് അതിൽ സങ്കടമുണ്ട്. കാരണം മാരി, രാജുഭായ് ഇവരൊക്കെ നമ്മൾ റെഗുലറായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ആരോടും ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു തെറ്റായിട്ടൊന്നും തോന്നിയില്ല. കാരണം ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ മാത്രം വിളിച്ചും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കണ്ട് ഇറങ്ങി പോരുന്ന മാതിരിയല്ല. ഈവൻ എന്റെ അടുത്ത് പോലും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഞാൻ ഇറങ്ങി വിളിച്ച് മാക്ക് ചോദിക്കുകയാണെങ്കിൽ ഇറങ്ങി മാക്സിമം ഞാൻ ചോദിച്ചു. മാക്ക് ഇറങ്ങി, അത്രേ ഉള്ളൂ. മാലിക്ക് ഇറങ്ങി. ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുള്ളത് 100% പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സ്റ്റിൽ ഈ പറയുന്ന കുറേ പേര് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ചാറ്റിൻ്റെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരാളോട് പോലും നിങ്ങളെല്ലാവരും റാംബോൻ്റെ കൂടെ നിൽക്കണം, ഞാൻ ഇറങ്ങി നിർത്തിയിട്ട് ആരും ഇതാവരുത്, ഞാൻ ഗ്യാങ് വേറെ തുടങ്ങുന്നതിനെ പറ്റിയൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇത്ര പേരൊക്കെ ഇറങ്ങിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ലൈവ് വന്നെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ ഞാൻ ഗ്യാങ് ചിലപ്പം തുടങ്ങിയേക്കാം, ഉറപ്പില്ല എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ 7 പേരുള്ളൂ. ഞാൻ, ബ്ലേക്ക്, മാലിക്, മാക്ക്, ഉസ്മാൻ, ഇസ്മായിൽ, ബിലാൽ. ഞങ്ങൾ 7 പേർക്കും വേണ്ടിയിട്ടൊരു ഗ്യാങ് തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. പിന്നെ ഇത്ര പേര് മേ ബി തുടങ്ങിയേക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് കുറുപ്പും പിന്നെ അതേപോലെ അത്രയും 10-24 ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ പിന്നെ തുടങ്ങല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞാൻ ചാറ്റൊന്നും നോക്കുന്നേ ഇല്ലടാ. എനിക്ക് ചാറ്റൊന്നും നോക്കിയാൽ എനിക്കൊന്നും ചിലപ്പോൾ ഇതാക്കാൻ കഴിയൂല. നിങ്ങൾ പലതും പറയാന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന പോലെയല്ല ഇതാർക്കും, ഞാൻ കാരണം ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ പിന്നീട് അത് വേറെ രീതിക്കൊക്കെ ആവും കാര്യങ്ങൾ. അപ്പം അതിലേറെ കുറേയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം. നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ റെഡി ആയിട്ട് തന്നെ ഒരു കാര്യം പറയാം. ഈ സമയത്ത് അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഇപ്പം ഇത്ര നല്ലൊരു വ്യൂവർഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഷെയ്ഖിന്റെ വോയിസിന് അതിൻ്റെതായ പവർഫുൾ ആയിട്ടുള്ളൊരു അതിൻ്റെതായ ഒരു പവർ ഉണ്ട് ആ വോയിസിനും ആ പറയുന്ന വേർഡ്സിനും അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടും അല്ലാതെ ഇപ്പോൾ ഇതിന് മുന്നേയും ഞാൻ ഇതുവരെ ഷെയ്ഖിനെ അങ്ങനെ ഉപദേശിക്കുക അങ്ങനെയൊന്നും പറഞ്ഞില്ല. പലപ്പോഴും ഷെയ്ഖ് ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ ഈ ദേഷ്യത്തിന്റെ പുറത്ത് പലതും പറയുന്നത് ഷെയ്ഖിന്റെ വോയിസിന്റെ ആ ഒരു റീച്ചോ അല്ലെങ്കിൽ വെലോസിറ്റി അറിയാതെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി എന്തായാലും
ഇനിയും തൊട്ടുള്ള മുന്നോട്ടുള്ള ജേർണിയിൽ അത് കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പൊ അത് ഇനി നോക്കിയും കണ്ടും തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതിന് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാലോ, ഇനി നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാനത് പറ്റൂല എന്ന് തന്നെ പറഞ്ഞു നിൽക്കും. അത് ഞാൻ എന്റെ വാക്ക് എത്ര നാൾ ഷേക്ക് കേൾക്കും അത്രത്തോളം ഞാൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഗൈസ്. നിങ്ങൾക്കൊരു ഒരു എക്സൈറ്റ്മെന്റിനോ നിങ്ങളുടെ ആങ്സൈറ്റികൾ തീർക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു പെട്ടെന്നൊരു കാര്യം വന്ന് വെറുതെ വിളിച്ച് പറയുന്ന പരിപാടി നമ്മൾ നിർത്തി. പ്ലീസ് അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യേ. ഇത് നിങ്ങളുടെ ഈ ലൈവ് വരുന്ന 3-4 മണിക്കൂർ മാത്രമല്ല ഇതിനകത്ത് വേണ്ടി നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ബാക്കി കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം, നമുക്കും നല്ലത്. കുറുപ്പേ ഓ ഷേക്ക്. എന്തോ ഉണ്ടാക്കുന്ന ഓ ഞാനിങ്ങനെ ചുമ്മാ ഫോൺ ഫ്ലഫി ആക്കി വിളിച്ചിരുന്നു, എന്തൊരു പരിപാടി പബ്ജി കളിക്കണമെന്നൊക്കെ ചോദിച്ച്. ആ പബ്ജി കളിക്കാം, നല്ലത്. പബ്ജി ഒന്നും കളിക്കാൻ ഇപ്പം മൈൻഡ് ഇല്ലെന്ന് പറഞ്ഞു. ആക്ടിങ്ങും പറയുന്നല്ല കുണ്ണാളെ. ആക്ട് ചെയ്യാനൊന്നും ഞാൻ എന്താ വേറെ സ്ട്രീമേഴ്സിൻ്റെ പോലെ എനിക്കിങ്ങനെ വന്നാണ്ടിരുന്ന് ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ഉള്ളിൽ തോന്നുന്നത് അത് നമ്മൾ വന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് പരമാവധി ഇലക്കും മുള്ളിനും കേടില്ലാതെ നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നത്. ചിലതൊക്കെ സഹിക്കൂലടാ, നിങ്ങളത് വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എനിക്കിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആരെ വിശ്വസിക്കണം, ആരോട് എന്ത് പറയണം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വിശ്വസിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ അതുപോലും പിന്നീട് ഇതേമാതിരി നമുക്ക് തന്നെ പണിയായി വരുന്ന സംഭവങ്ങളാണ്. മനസ്സിലായോ? മാലിക്കാണോ വിപ്സിയാണോ എന്താടാ? വെയിറ്റ് ചെയ്യ്, ഒരു എന്താ പറയാ, ടെൻഷൻ ആവണ്. ഇതെന്തത്? നീ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഇല്ലില്ല കാലൊക്കെ ഇല്ലില്ല, വറക്കണ അതെന്തായാലും ഇപ്പൊ ഉടനെ അറിയുമല്ലോ എല്ലാരും. ശരി, ഇപ്പൊ ഞാൻ ഞാൻ നോക്കുന്നുണ്ട്. പറയാലോ പല ഇതിനെ പറ്റി എന്താ പലതും പറയണപ്പോൾ ഞാൻ കേട്ടു. ഈ ഗ്യാങ് മുമ്പിൽ പോവും, എൻ്റെ ഏതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തി പോകുന്നുള്ളത്. വ്യക്തമായ തെളിവുകളില്ലാതെ, ആരോപണങ്ങൾ മാത്രമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു ശക്തമായ തെളിവും കൊണ്ടുവരാതെ ഷെയ്ക്ക് എവിടെയും പോകില്ല. മനസ്സിലായോ? വെറുതെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ, വെറുതെ കുറച്ച് അലിഗേഷൻസിൻ്റെ പേരിൽ കൊണ്ടുവരാന്നല്ലാതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഒരു അണ്ടി ഇല്ലാത്ത ഒരു കുണ്ണാളെ എനിക്ക് പേടിയില്ല. മനസ്സിലായോ? അവിടെ ഇരുന്ന് അങ്ങനെ കൊണക്ക. ഞാനൊരു സൈഡിൽ നിന്ന് സത്യങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഒരു മൈരന്മാരും ഇവിടെ ഉണ്ടാവില്ല. എനിക്കറിയാം നന്നായിട്ട്. അത് കുറേയൊക്കെ ഇവന്മാർ പറയണ്ടെന്ന് കരുതിക്കാണ്ട് മിണ്ടാതെ പിടിച്ച് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മിണ്ടാ തന്നു, അത്രേ ഉള്ളൂ. ഷമീർ ഷമീർ ഇതൊന്നും ഇല്ല. ഷമീറിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഷമീറൊക്കെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ആകെ ഈ പറയുന്ന കുറച്ച് ഷമീറിന് എനിക്ക് ഈഗോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വാച്ചിങ്ങിൻ്റെ കേസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഷമീറൊക്കെ വാസ് ഗുഡ് ഫ്രണ്ട്. സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഓനായിട്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ഷമീറിനായിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ ലാസ്റ്റ് ടൈമിലും കൂടിയും ഈ പറഞ്ഞ പോലെ ഓനെ എനിക്ക് ഈദ് മുബാറക്കൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആക്കിയതിൻ്റെ ഒരു ഇതൊക്കെ അയച്ചതാണ്. അല്ലാത്ത ഞങ്ങളുടെ ഇടയിൽ ഈ വാച്ചിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു ഇഷ്യൂവും ഞാനും ഷമീറും തമ്മിൽ വേറെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വേറെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. പറഞ്ഞോ എന്തേ? പോടാ പുണ്ടേ, ഈ സമയത്താണല്ലോ നിൻ്റെ ഈ പേര്. പിന്നെ ഇത് ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. കഴിഞ്ഞല്ലേ? കഴിഞ്ഞോ? പ്രശ്നമെല്ലാം തീർന്നില്ലല്ലോ? എനിക്കറിയില്ല, കഴിഞ്ഞോ അറിയില്ല. ഹാപ്പി അല്ലേ എല്ലാരും? അപ്പം അതും കഴിഞ്ഞു. അപ്പം എന്താ ഇപ്പം ഇതിനെ പറ്റി പറയാ? എല്ലാരും സന്തോഷിക്കും. ഇനിയിപ്പം ബാക്കിയുള്ളവരെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയടാ എനിക്കറിയില്ല, എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ ആരെ സപ്പോർട്ട് ചെയ്യണം
നമ്മൾ ഈ ബൂസ്റ്റ് ചെയ്യണതൊക്കെ കുറേയൊക്കെ വെറുതെ ആയി പോവാണോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക്. മനസ്സിലായോ? എനിക്കതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏത് സമയത്ത് നമുക്കെതിരെ തിരിയാം എന്നുള്ളൊരു മൈൻഡൊക്കെ വന്നു. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ആവില്ല ഗൈസ്. അത് നമ്മൾ പൊസിഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്താ സംഭവം? എന്താ ഏ സംഭവം? എന്താ ആശയ്ക്ക് പറ. സംഭവം എന്താ? സംഭവം അലക്സ് പോയി. അതന്നെ, അലക്സ് ടി വിയെ കയറി. അലക്സ് ആണോ? മെയിൻ ടി തിങ്. വിയിൽ അത് സത്യം പറയാലോ, കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് MRC എന്നുള്ള ഒരു ഇതിലേക്ക് വെളി വന്നു. അത് ഒരു പെർട്ടിക്കുലർ ഒരാൾ വിളിച്ച് ഒരുപാട് സമയം കൺവിൻസ് ചെയ്തു, പല ഓഫറുകളും കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഉണ്ടായതിനേക്കാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മളെ ഗ്യാങ്ങാണ്, അല്ലെങ്കിൽ നമ്മൾ കളിച്ച മെമ്പേഴ്സിൻ്റെ കൂടെയാണ് പോകാന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇതെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആരും ഇതാക്കൊന്നും വേണ്ട, ഹെയ്റ്റ് കൊടുക്കാനോ ഇതാക്കാനോ ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കുറുപ്പിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു. കുറുപ്പിന് ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് വട്ടം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതിന് വലിയ കാര്യങ്ങൾ കുറുപ്പിന് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആവണില്ല. എനിക്കിത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഓപ്പർച്യൂണിറ്റിയും കൊടുത്ത്, നമ്മളത്രയും എക്സ്പോഷറും കൊടുത്ത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് ഈ ഒരു സ്പ്ലിറ്റപ്പായി ഇനി ഒന്നിന്ന് തുടങ്ങിയിട്ട് വേണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. ഹെയ്റ്റായിട്ട് പറയുന്നൊന്നല്ല. എന്തോ മേക്കെ ഞാൻ പറയാ, എനിക്ക് അറിയില്ല. ഒന്നും പറയാൻ നന്നായി അവൻ നല്ല ഫ്യൂച്ചർ ആയിരിക്കും. നല്ല ഫ്യൂച്ചർ നോക്കി പോട്ടെ. നല്ല കാര്യം. ഓൾ ദ ബെസ്റ്റ് ഡൗത്തെ. എന്തായാലും നിന്റെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിന്നെ അവിടെ നമ്മുടെ ഫാമിലിയിൽ കൊണ്ടുവന്ന് നിനക്കിപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ എന്ന് നമ്മളെല്ലാവരും നല്ല മനസ്സോടുകൂടി നിനക്ക് ഒരു ആശംസിക്കുന്നു. അത്ര പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നിനക്കും ഒരു ഇതാവും. വെറുതെ എന്തിനാ വിട്ടേര്. അവൻ്റെ ലൈഫ് നോക്കി പോട്ടെ ഗൈസ്. ഇനി ദൈവത്തെ ഓർത്ത് അവനെ പോയിട്ട് ആവശ്യമില്ലാത്ത ഹേറ്റും അത് കാര്യങ്ങളൊക്കെ ചെയ്യരുത് കൊടുക്കരുത്. ആരും. നമ്മളെ പാവം സൈഡിൽ നിന്ന് പയ്യൻ. ആരും അങ്ങനെ അവൻ ഒരു പാവം ചെക്കൻ. ചെയ്യണ്ട. ഒരാൾ ഞാൻ പോലും അങ്ങനെ എൻ്റെ ചെയ്യരുത്. ലൈവ് സ്റ്റാർട്ടിങ് തൊട്ടേ എപ്പോഴും കാണുന്ന ആൾക്കാരോട് പറയുന്നതാണ്, ഈ ആവശ്യമില്ലാത്ത ഹെയ്റ്റ് പരിപാടിയൊന്നും കൊടുക്കണ്ട എന്നുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായതിൻ്റെ ഒരു മൈൻഡ് ഫക്കാ. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. നമ്മൾ പുതിയതായതുകൊണ്ടായിരിക്കും. നിങ്ങൾ എനിവേ, PvP എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് വേർഡ് അല്ല ആരും. മനസ്സിലായില്ലേ? നീ നല്ല പ്ലേയേഴ്സ് വരും. നമുക്ക് നോക്കാം. ഡോണ്ട് വറി ഗൈസ്. ചില്ലാവും. എല്ലാവരും ചില്ലാവും. പണ്ട് കെ വി അനുഭവിച്ച ഇപ്പം നമ്മൾ അനുഭവിക്കുന്നു. ഇതെല്ലാം കർമ്മമാണോ മയില്? ഞാൻ പ്രതീക്ഷിച്ച ഡയലോഗാണ്. ആയിരിക്കും. നമ്മളതിനെ ഞാൻ പറയട്ടെ, നമ്മളാരും അങ്ങോട്ട് പോയി അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല. ഈവൻ കൊച്ചാപ്പയാണെങ്കിലും അതെ. KVL കേസിൽ മാലിക്കനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തോ നമ്മൾ വിളിച്ചു എന്നല്ലാതെ പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം എന്തോ വിളിച്ചിട്ടുണ്ടെന്നുണ്ട്. പിന്നെ തൊപ്പി അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ മാലിക്ക് കയറിയത്. അതൊക്കെ അവരവരുടെ ചോയ്സിൽ പോയതാ. ഇതും അതേപോലെ അവൻ അങ്ങോട്ട് പോയി ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല എൻ്റെ ബാക്കിയുള്ള. അറിയില്ല. അതൊക്കെ ഇനി അവൻ തന്നെ പറഞ്ഞോളൂ. നമ്മൾ അവൻ ഇതിനകത്ത് ഇനി അവൻ്റെ ഒന്നും ലൈവ് ഇട്ടുണ്ടോ സംസാരിക്കും. ഈ അവൻ്റെ ടോപ്പിക്ക് സൈഡ് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും. അതെ ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ നമ്മളെ ചാറ്റിൽ ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ അവനെ തെറി വിളിക്കുന്നുണ്ട്. അവനെ ഒന്നും ഇവിടെ ആരും തെറി വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ കളിച്ച പ്ലെയർ ആണ്. അവിടെ ഇപ്പോൾ ഒരു ഇത് വന്നപ്പോൾ പോയി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവിടെ പോയി കളിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ഇവിടെ നിന്ന് അവിടെ പോയി അവനെ തെറി വിളിക്കുകയോ അതിന്റെ പുറകെ നടക്കാനുള്ള, ഇവിടെയും തെറി വിളിക്കാതിരിക്കുക മാക്സിമം. ഈ ചുമ്മാ ഇപ്പം ഞാൻ തന്നെ കുറേ നേരം ഞാൻ മ്യൂട്ട് അടിച്ചിരുന്നപ്പോഴും കാണുന്നുണ്ട് ഫുൾ അലക്സിനെ തെറി വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം ആവശ്യമില്ലാത്ത ഹെയ്റ്റ് ഒന്നും ഒരു പ്ലെയറിന് അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. അത് ഒഴിവാക്കുക, പിന്നെ നിർത്തുക. നാളെ ആയാലും ഇതിനകത്തോട്ട് വരാൻ പോകുന്ന പ്ലേയേഴ്സിന്റെ അടുത്ത് മറ്റേ ഷേക്ക് നിർത്തിപ്പോവും, ഭാവി ഇല്ലാണ്ടാവുന്നൊക്കെ പറയുന്നവരോട് ഷേക്ക് മുന്നേ പറഞ്ഞ പോലെ ഇവിടുന്ന് ആരും എവിടെയും പോകാൻ പോണില്ല. ആരുമില്ലെങ്കിലും സ്ക്രാച്ചിൽ ഇത് നിന്നാണ് ഒരു തുടങ്ങണ്ടെങ്കിൽ വാശിയായിട്ട് തന്നെ കണക്കാക്കിക്കോ. ഇതെന്തായാലും നമ്മൾ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആക്കാൻ നോക്കും. അത് ഉറപ്പായിട്ടും. ഇനി ഇതൊരു നമ്മൾ വാശിയാണ് ഗൈസ്. അത് ഇനി ഇതൊരു വാശിയാണ്. നമ്മളൊരിക്കലും താന്നു കൊടുത്തിട്ട് അങ്ങനെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചവിട്ടി മേലെ കയറാന്നുള്ളൊരു തോന്നല് അത് ഇനി നടക്കൂല. അത് ഇത്
ഇങ്ങെടുക്കുന്ന നമ്മുടെ പ്ലേയേഴ്സ് വേറെ ആരും ആണെന്നുണ്ടെങ്കിലും ഉദ്ദേശിച്ചൊന്നുമല്ല. അത് ഇങ്ങിരുന്ന് ഗ്രൈൻഡ് അങ്ങനെ ആയിരിക്കും. ചെയ്തിട്ടാണെങ്കിലും നമ്മളും സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് വരും. അത്രേ നമുക്ക് പറയാനുള്ളൂ ഇതിൽ. അത്ര എന്താ പറയാ, എനക്കൊന്നും പറയാല്ല. ഞാൻ പറയാ എനിക്ക് ഓരോന്നില്ലോ എന്തെല്ലോ പറയണമെന്നുണ്ട്. എനിക്ക് പറഞ്ഞാൽ എനിക്ക് എന്താ വെച്ചാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ രീതിക്ക് ആയി പോകും. എനിക്ക് അതാ പേടി. ഞാൻ തൊള്ള ഒന്നും തുറക്കാക്കുന്ന ആദ്യം പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലേ. നമുക്ക് നമ്മുടെ കാര്യം ഇനി അതിന് നമുക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാം. ചാറ്റ് ഞാനൊക്കെ ഇപ്പൊ ചാവുന്നു. എന്തിന് ഇതിന് ചില്ല ഗൈസ്, നോക്കാം. നമുക്ക് നമ്മളെ പരിപാടികളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. നമുക്ക് ഫോർസ കളിച്ച് കാണിച്ചു കൊടുക്ക് ശരിക്കും അങ്ങോട്ട്. ഓടാ വണ്ടിയില്ലാത്തവനെ ഒന്നിനും മൂടില്ലടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല. പുറത്തായിരുന്നു ഇത്ര നേരം വന്നിട്ട് പുതിയ റിക്രൂട്ട്മെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നതായിരുന്നു. പക്ഷെ ഒന്നിനൊരു മൂഡ് കിട്ടുന്നില്ല ആക്ച്വലി. അതാ. ഒന്നും വേണ്ട, നമുക്ക് എല്ലാം റെഡി ആക്കടാ. മാലിക് പോയോന്നോ? മാലിക് അവിടെ പോണു. മാലിക്കൊക്കെ അവന്റെ വീട്ടിലുണ്ട്. മാലിക്ക് ഫുഡ് കഴിക്കാൻ പോയെന്ന് തോന്നുന്നു പുറത്തോട്ട്, അല്ലാണ്ട് എവിടെയും പോകില്ല കൈസ. എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ വീട്ടിൽ പോലും പോയത് വയ്യാതെ ഇരുന്നിട്ട്. അതെ. ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും ഒരു ഗ്യാങ്ങിനായിട്ടും നല്ല രീതിക്ക് പോകാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അതെ. നിങ്ങൾ ഈ ലൈവിൽ വന്നുകാണ്ട് ഈ രാത്രി ഈ ഒരു മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല. ലൈവ് കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുന്ന. അപ്പം അറിഞ്ഞു വെച്ചിട്ട് ഞാൻ പറയാലോ, ഒരു ഗ്യാങ്ങിനായിട്ട് നല്ല രീതിക്ക് നമുക്ക് പോകാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. എന്തായാലും നല്ല അടി ഇഷ്ടംപോലെ സിറ്റിയിൽ നടക്കാൻ ഇനി വരും ദിവസങ്ങളിൽ. നല്ല അടി കാണാൻ താല്പര്യമുള്ളവർക്ക് നല്ല സമയക്കാരം, നല്ല ടൈമാ. സുഖമുള്ള അടി ഇനി കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് അടിയോടെ അടിയായിരിക്കും. ഭയങ്കര ഇഷ്ടം പോലെ ഈ പല അടിയും കാണാൻ കഴിയും. അൺസബ് അൺഫോളോ എന്നുള്ള സാധനം ഇങ്ങനെ സ്പാം ചെയ്യല്ലേ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ഫോളോ ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ അവന്റെ സ്കില്ല് കണ്ടിട്ടല്ലേ. അവനെ ഇനി ആ സ്കില്ല് മുന്നോട്ട് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യും. ആരും ഇവിടുന്ന് കൊടുത്തൊന്നും തിരിച്ചെടുത്തിട്ട് ആരും എവിടെ എങ്ങും വിടുന്നില്ല, മനസ്സിലായോ? ലെറ്റ് ഹിം ബി ഹിംസെൽഫ് പ്ലീസ് ഗൈസ്. നിങ്ങൾ ഇങ്ങനെ ഒരു നമ്മൾ അങ്ങനത്തെ ഒരു ചാറ്റാവല്ലേ പ്ലീസ്. ദാമു പിപിയാ ഇല്ലടാ, അതങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാരും ഇതായിരുന്നു പറയുന്നത്. അവൻ ലൈവ് ഇട്ടാൽ ഇവിടെ നിന്ന് ആരും പോയി ഹേറ്റ് കൊടുക്കരുത് ഒരിക്കലും. അല്ലടാ, ഞാനത് വിചാരിച്ചിരുന്ന എന്താ വെച്ചാല്, ഈ പറയുന്ന പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും ഈ മണി ടോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആര് കൊണ്ടുവന്നതാ? നമ്മളൊക്കെ തന്നെ കൊണ്ടുവന്നത് അല്ലേ? നമ്മൾ ടൈം എടുത്ത് ഓരോന്ന് റെഡിയാക്കി ഓരോന്ന് നമ്മൾ തന്നെയാണ് റെഡിയാക്കിയത്. പക്ഷെ ഈ നമ്മളെല്ലാരും സ്ക്രാച്ചിൽ എവിടെ ഇല്ലാത്ത ഈ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഇതേപോലെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് എല്ലാം ചെയ്തു കൊടുത്ത ആ ഒരു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ അത് പിന്നെയും പേടാവും. വേണ്ട, ഇനി പറയണ്ട അതിനെപ്പറ്റി. ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ലൈവ് ഇട്ട് എന്തെല്ലോ പറയണം. ഞാൻ ഇരുന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ള രീതിക്ക് വന്നത്. മാക്കിനോട് ഞാൻ ഇപ്പം ലൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞു പോലും ഈ ഒരു കാര്യം. അപ്പം മാക്ക് പറഞ്ഞു വേണ്ട ചോദിക്കുക, ഇനി ഇത് നമ്മളായിട്ട് ഒന്നിനും പോണ്ട, നമ്മളെ ഇവിടുന്ന് നിർത്തുക എന്നുള്ള രീതിക്ക് മാക്ക് പറഞ്ഞുകൊണ്ട് ഒതുങ്ങിയതാ. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് പല രീതിക്കും പല ആൾക്കാർക്കും ബാഡാവും. കുറിപ്പൊക്കെ ഉണ്ടാക്കുന്ന അതുകൊണ്ടാ. കുറിപ്പിനടക്കം സംസാരിക്കേണ്ടി വരും. നോന്റെ RP കയറാനാ. എന്താണ്ടി RPയില് മൈൻഡ് ഒട്ടും ഓക്കെ അല്ല പുത്തേ. നമ്മളെന്താ പറയാ, സമാധാനം ഒരു സന്തോഷമൊക്കെ വേണം, മനസ്സിലായ ജീവിതത്തിൽ. അല്ലാതെ ഇത് ഞാൻ പറഞ്ഞില്ല, രാജുഭായി പറഞ്ഞ പോലെ ഈ ഗെയിം നമ്മളെ എല്ലാം തുലക്കുന്ന ഒരു ഗെയിമാണ്. നമ്മളെ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളെ ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അന്ന് പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഇതൊക്കെ ബ്രേക്ക് ആക്കുന്ന ഒരു ഗെയിം ഉണ്ടെങ്കിൽ അത് 5M ആണ്. നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന പലതും, അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പലതും പല അനുഭവങ്ങൾ കൊണ്ട് പഠിക്കാനായി, അത്രേ ഉള്ളൂ. ഈഗിളിന്റെ ഒന്നും ഇവിടെ ആരും കുറ്റം പറയണ്ട ഗൈസ്. ഈഗിളിന്റെ എന്തിനാ ഇവിടെ പറയുന്നത്? പുള്ളിക്കൊന്നും ഒരു ബാഡും ആയിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് മാക്ക് വിളിച്ചിരുന്നു ഈ പുള്ളിനെ. അപ്പൊ പുള്ളി പറഞ്ഞ അങ്ങനെ പുള്ളി അങ്ങനെ ഇതാക്കിയൊന്നുമല്ല. അതൊന്നും നമ്മളൊന്നും പറയണ്ട ഗൈസ്. നമ്മൾ പറയല്ല, പുള്ളിയുടെ ഭാഗത്തൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ല. ഇവിടെ നമുക്ക് എന്തായാലും
അത് പോയി. അത് ഇനിയിപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു നമ്മളെ. അപ്പോൾ പിന്നെ ഇവിടെ ഇനി അത് ചിൽ പറഞ്ഞ് കുറേ ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഒരാൾ പോയാൽ 100 പേര് വരും ഗൈസ്. നിങ്ങൾ ചില്ലാവും. എല്ലാരും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. That's it. എൻ്റെ ആ കഥ എന്തുവാടാ, ഞാൻ സത്യം പറഞ്ഞല്ലോ ഗൈസ്, ലിറ്ററലി എനിക്കൊരു ഗെയിം കളിക്കാനുള്ള മൂഡില്ല. പിന്നെ എന്തായാലും 5M എന്തായാലും ഞാൻ കയറുന്നില്ല. എനിക്ക് അത്രയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5M കയറാനുള്ള മൈൻഡേ ഔട്ടായി. മയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്കിൻ്റെ അടുത്ത് ചോദിച്ചോക്കെ. ഞാനത് എടാ എല്ലാവർക്കും സംഭവം പലതും നടന്നു പറയണമെന്നുണ്ട് ഒന്നും ഗൈസ്, മനസ്സിലായോ? സംഭവിച്ചിട്ടില്ല പക്ഷേ എന്നുള്ള രീതിയിൽ അതങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. എനിവേ ഞാൻ വൈൻഡപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കണേ. പബ്ജി കളിക്കുന്നുണ്ടോ ചോദിക്കില്ലല്ലോ. ഞാൻ അങ്ങനെ വിപ്സിനെ വിളിച്ചോണ്ട് വരാം. പബ്ജി എല്ലാം പബ്ജി കളിക്കണം. കളിക്കാം. ഇല്ല, RP എന്തായാലും കയറില്ല ഗൈസ്. നിങ്ങൾ എന്തായാലും വെറുതെ ലൈവ് എന്നെ ഇട്ടല്ലേ, പിന്നെ ഇതാക്കല്ലേ. പിന്നെ നിങ്ങൾ അവര് എന്നെ ഇന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ഇതിലൊരു ഭയങ്കര ബാഡ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നിൽ നിൽക്കണ, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. അപ്പം ഞങ്ങൾക്ക് എത്രത്തോളം ഇതാവും. DC എന്തുവാ? പബ്ജി കളിക്കാന്നുള്ളത് പൂതി കൊണ്ടല്ല, ഈ മൈൻഡ് ഫക്ക് കുറച്ചെങ്കിലും മാറിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. എപ്പിപ്പോട്ട് ഗ്യാങ് നെയിം PUBG കളർ കളിക്കുന്നത്. അൺറേറ്റ് അല്ലാണ്ട് എങ്ങനെ വേണേലും വായിക്കാല്ലേ. റാസൂസ് എന്നായിരുന്നു കേട്ടത്. ഇത് പക്ഷേ റാസൂസ് അല്ല, ഇത് ഹിഡൻ. ഇവിടെ കുറുപ്പേ ഇതിന്റെ ശരിക്കുള്ള ഹിഡൻ അർത്ഥം റേസസ് എന്നാണ്. മനസ്സിലായോ? അവരെ തോൽപ്പിക്കാനാണ് വിപ്സി എടുക്കണല്ലോ. മനസ്സിലായത് നിങ്ങൾക്ക്? വിപ്സി എടുക്കണില്ലേ? ഇല്ലില്ല ഞാൻ. അവരെ തോൽപ്പിക്കൂ ഇല്ല, എന്നാണ് normally വിളിച്ച് എപ്പോൾ ഉദ്ദേശിക്കുന്നത്. വിളിച്ചാലും എടുക്കുന്ന അപ്പൊ ആളാണ്. ആരായിട്ടുള്ള റേസ് ആണിത്? ബർഗുണ്ടി, ഗോൾഡ്, വൈറ്റ്, ബ്ലാക്ക്. ബർഗുണ്ടിയാ? ഡീപ്പ്, ഡാർക്ക് ഗ്രീന്, അക്വാ ഗ്രീന്, അത് ബർഗണ്ടിയുടെ വൈറ്റ്, കേസേ. ബ്ലാക്ക്, യെല്ലോ. ഇത് 5 കേട്ടോ കളറാ. ചോദിച്ചേക്കെ, ഞാൻ പറഞ്ഞില്ല. ആ ബെറുകുണ്ടി ഇട്ടവരാരാടാ? ബെറുകുണ്ടി ബ്രാവോയ്ക്ക് ഒരു ഇട്ടവരാ? ഷേക്ക് കൺഫ്യൂഷൻ ഷേക്ക് പറ്റിയത്. ഷേക്ക് ഷേക്ക്. അയ്യോ, പുള്ളിക്ക് കളർ മാറിപ്പോയത് കേട്ടോ. വല്ല മെറൂണതോ വല്ല ഇടാൻ ഉദ്ദേശിച്ചായിരിക്കും. ബെറുകുണ്ടിയോ? കാട്ടാണൽ ബർഗണ്ടി. ഷേക്കിന്റെ ക്യാൻ. വിപ്സി എവിടെയാ നീ വീട്ടിലാ? ബെറുകുണ്ടിയോ? ചാച്ചില്ല. നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല. അത് ഞാൻ തരുന്ന വാക്കാ. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഒരു ഈഗോ ലെവല് ഒരു സ്ഥലത്തി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ പിന്നെ നമുക്ക് എത്ര എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ക്വാർട്ടർ ഇതേമാതിരി ഒരു ലൈവ് ഇട്ടീന്, ഐ എം നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞാണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ കളിച്ചത് MRCയിലാണ്. അതൊക്കെ അങ്ങനത്തെ ആ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും ഡിസപ്പോയിന്റഡ് ആവില്ല. അത് ഞാൻ തരുന്ന വാക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം പുള്ളി ചെയ്യാൻ നോക്കിയ ഒരു കാര്യം അത്. ഓൾറെഡി ചെറിയൊരു ബെറുകുണ്ടി എന്താന്ന് മനസ്സിലായോ? നോക്കി എന്നെ നോക്കുന്നതായിരിക്കും. ബെറുകുണ്ടി റെഡ് ചോദിച്ചപ്പോ ഒരുപാട് ഗ്യാങ്ങിലുണ്ട്, നടക്കൂല, കിട്ടൂല എന്ന് പറഞ്ഞതിന്റെ പേരില് റെഡ് അല്ലല്ലോ, ബെറുകുണ്ടി അല്ലേ? ബ്രാവോ. കള്ള സണ്ണി കുട്ട. വിപ്സി പുറത്താന്ന്. ഇതിൽ ആർക്കും ഒരാൾക്ക് അണ്ടർഏജ് ആയിരുന്നല്ലോ. ആരായിരുന്നത്? അതൊരു വെരിഫൈ ചെയ്യട്ടെ. അതേപോലെ ഇതിന്റെ അകത്ത് ഇത് അണ്ടർഏജ് ആണ് ഇവൻ. ഏതാ? കരിമീൻ കേട്ടോ. ഇവൻ അണ്ടർഏജ്. ചെക്ക് ചെയ്തേക്കണം. ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്ത്. കാരണം ഇവന്റെ കൂടെ പഠിച്ചൊരുത്തം വന്നാ കംപ്ലൈന്റ് ചെയ്ത്. അവസ്ഥ നോക്കണേ, ഓരോരോ അവസ്ഥ നോക്കണേ. അതായത് ഇവിടെ ഏതൊരു ഇവന്റെ കൂടെ പഠിക്കുന്നിടത്തില്ല. നിങ്ങൾ പറയുന്ന പേരുകളൊക്കെ എനിക്ക് കാണാം. പക്ഷെ ഇവൻ എന്റെ കൂടെ പഠിക്കുന്നവനാ, ഇവൻ അണ്ടർഏജ്. റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അയിമേ അത്ര ഇരുന്നിട്ടില്ല. നമ്മളാകെ 2 ആൾക്കാരെ അത്ര നമ്മൾ മൈൻഡിൽ കയറ്റിയിട്ടുള്ളായിരുന്നു. അത് ബാക്കി 3-4 ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ല. പ്രപ്പോസൽ മിയ ഖലീഫ. കൺഫേം ചെയ്ത്. കാരണം ഇവന്റെ കൂടെ പഠിച്ചൊരുത്തം വന്നാ കംപ്ലൈന്റ് ചെയ്ത്. അവസ്ഥ നോക്കണേ, ഓരോരോ അവസ്ഥ നോക്കണേ. അതായത് ഇവിടെ ഏതൊരു ഗ്യാങ് കളിക്കുന്ന ഒരാള് ഇവന്റെ കൂടെ പഠിക്കുന്ന ഇടത്തില്ല. അവൻ അണ്ടർ ഏജിന് നമ്മള് എടുത്ത് കളഞ്ഞ്.
അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞു ഇവൻ എന്റെ കൂടെ പഠിക്കുന്നവനാ, ഇവൻ അണ്ടർ ഏജ് ആണ്, ഇവന് 17 വയസ്സേ ഉള്ളത്. പറച്ചോനെ ഇത് ശരിക്കും check ചാറ്റ് ചെയ്ത് വെച്ചിട്ട് തലവേദന എടുക്കുന്നു. എന്തുവാ എന്താ എന്റെ ചാറ്റിൽ എന്തുവാ? നോ ചിൽ നോ ദിസ് ടൈം ഇറ്റ് വാസ് അലക്സ്. ഞാൻ കാര്യം പറയട്ടെ, അലക്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പും അലക്സ് അത്ര വലിയ OP അല്ല, മനസ്സിലായോ? അത് ഓരോരുത്തരുടെ ഈഗോ. വൺ ഓഫ് ദ ബെസ്റ്റ് ആവണം, ടോപ്പ് നമ്പർ 1 ആവണം എന്ന് പറഞ്ഞ് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരെ ഇൻഡിവിജ്വൽ തോട്ടാ. ആ ഒരു ക്വാളിറ്റി അവനുണ്ട്. സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ട്രെയിനിങ്ങിലും പ്രാക്ടീസിലൂടെയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈവൻ തോ ഞാൻ 24 അവർ TDMൽ ഇരിക്കാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് PvP ആക്കാൻ എനിക്ക് കഴിയും. അത് അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. പിന്നെ കുറേ പേർക്ക് മൈൻഡിൽ ഓൾറെഡി ഗെയിം സെൻസ് ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. ഈ ഗെയിമേഴ്സ് എന്നുള്ള ഒരു സംഭവത്തിൽ അങ്ങനെയാണത് ആക്ച്വലി. അത് ഗെയിമിൻ്റെ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ അത് നമ്മൾ ആ ഒരു രീതിക്ക് കണ്ടാൽ മതി, മനസ്സിലായോ? അലക്സ് പോയി കഴിഞ്ഞാൽ അടുത്തൊരാൾ ഇതേമാതിരി അലക്സിനേക്കാൾ ബെറ്റർ ആവണമെന്ന് ആഗ്രഹിച്ച് ഒരുത്തം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീ കുഡ് ബി അച്ചീവ്, അത്രേ ഉള്ളൂ. അവൻ ആർക്കും ഉറപ്പായിട്ടും ആവും. ആണെന്നുണ്ടെങ്കിലും ആർക്കും ആണെങ്കിലും ആവാം. ഞാൻ എക്സലാൻഡിസിൽ വരുന്ന സമയത്ത് ഇന്ന അടിച്ചിടുന്ന ആളായിരുന്നു ഉസ്മാൻ. എനിക്കൊരു ടൈം എത്തിയപ്പോൾ തോന്നി ഞാനൊരു ഗ്യാങ്ങിൻ്റെ കോ ലീഡറാണ്, ഞാൻ ഇങ്ങനെ നിന്നാൽ പറ്റൂല, എനിക്ക് ഇതേപോലെ എല്ലാ വാറിലും പ്രീ വാറിലൊക്കെ ഇറങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതേപോലെ ഈ പറയുന്ന ഉസ്മാൻ എന്നല്ല, അത്യാവശ്യം കുറേ പേരായിട്ട് ഞാൻ ഇതേമാതിരി പിടിച്ചു നിൽക്കാൻ തുടങ്ങിയത്. ബോസ് 999, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ് ബ്രദർ. ദിസ് ഈസ് RG7, വി വിൽ ബിൽഡ് ഇറ്റ് ബ്രിക്ക് ബൈ ബ്രിക്ക്. അത്രേ ഉള്ളൂ. മീൻസ് ലോട്ട് ബ്രോ, നിങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ടായാൽ മതി, നമുക്കത് ആ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങളാരും ഡിസപ്പോയിൻറ്റഡ് ആവില്ല, അതെനിക്ക് പറയാനുള്ളൂ. മയിലും അടുത്ത് വൈ ആൾവേസ് അസ്. നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്ര ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളിത് ഇങ്ങനെ നമ്മൾ അത്രയും നെഞ്ചിലേറ്റ് നടക്കുന്ന നിങ്ങൾക്ക് ഇത് ഇത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയാണ്ട് കഴിയണ നമുക്ക് എത്ര അവസ്ഥ ആലോചിക്കാണ്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയില്ല കഴിച്ചു, നിങ്ങൾക്ക് അത് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. ശരിക്കും മണി ടോക്സ് എവിടെയാണോ? മണി ടോക്സ് ഇപ്പോൾ നമ്മൾ വിട്ടു. അതിപ്പോൾ ഇനി MRC ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നീനു. ഇനിയിപ്പോൾ അത് അവർ ക്യാരി ഫോർവേഡ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. നമ്മളെന്തായാലും അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല, പർച്ചേസ് ആണെങ്കിലും. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ MRC അതൊരു വേറെ ഒരു വൈബായിരുന്നു ആക്ച്വലി. നമ്മൾ ആ ഒരു ജേണി അതിനൊരു ഒരു ഒരു എന്താ പറയുക, ഇതിനൊരു ടൈലൻ്റ് എന്ന് പറയുന്നത് അതിനൊരു ഒരു ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ആക്ച്വലി. അതിന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കുറേ ഫ്രണ്ട്ലി ആവാൻ നോക്കി, ഷോർട്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. ഒരു ബെസ്റ്റ് പ്രണവിൻ്റെ ഡിസ്പ്ലേ പോയി ലാപ്ടോപ്പിൻ്റെ. പ്രണവിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അലക്സിനെ ഓൾറെഡി PC ഒക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് വീക്കിൽ PC ഒക്കെ റെഡിയാക്കി ആയിരുന്നു. ഇനിയിപ്പോൾ എന്താ കാട്ടേണ്ടത്? അതൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ ആലോചിച്ചാൽ എനിക്ക് കുറേ തലപ്പിരാന്ന് വരും. സ്റ്റോപ്പ് വാച്ചിങ് RP ബൈ മിഥുൻ ബ്രോ. വൈ? നമ്മളൊക്കെ ഇവിടെ അല്ലേ? ചിൽ ഗൈസ്, നോക്കാം. നിങ്ങൾ അലക്സിനെ കണ്ടിട്ടാണോ RP കാണാൻ തുടങ്ങിയത്? എന്നെക്കാളും വലിയ വിഷമമായിരുന്നു നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴുണ്ട്. അതെല്ലാം ഓക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ മാലിക് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടാ. ഇല്ല, മാലിക്കിനെ മെസ്സേജ് അയച്ചു കുറച്ചേരം മുമ്പ്. ഞാൻ അലക്സ് എന്നെ വിളിച്ചാണ്ടാണ് ആദ്യം കാര്യം പറയണത്. ഞാനാണ് ആക്ച്വലി മാക്കിനെ വിളിച്ചിട്ടും പിന്നെ കുറുപ്പിനെ വിളിച്ചിട്ടും കാര്യം പറയണത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒക്കെ കഴിഞ്ഞ് വേറെ കുറേ കോളുകളിലൊക്കെ ആയി. ഇത് എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതൊക്കെ അറിഞ്ഞു വന്നപ്പം അത് അതിലാറെ പിരാന്തായി. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ബിലാലിനും മാലിക്കിനും മെസ്സേജ് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെയാണ് പ്രശ്നം, മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും വിളിച്ച് കഴിഞ്ഞാണ് എനിക്ക് ഈഗിളിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വിളിക്കണ്ടായിരുന്നു, ഇതൊന്നും അറിയണ്ടായിരുന്നു, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയി സത്യം പറഞ്ഞു. വിട് ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട. സക്കായി ഉണ്ട്. സക്കായി നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള നല്ലൊരു പ്ലെയറാണ്. പക്ഷെ
എനിക്ക് പറയാലോ, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസം പോരാ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളൊരു സ്റ്റേജ് അങ്ങനെയാണ്, നിങ്ങൾക്ക് റിലേറ്റ് ആവില്ല. കർമ്മ ഹിറ്റ്സ് എന്താ? എത്രത്തോളം മനസ്സിലാവുമെന്ന് മനസ്സിലാവില്ല. കർമ്മ ഹിറ്റ്സിന് അങ്ങനെ നിങ്ങൾ സാരമില്ലടാ, വിചാരിക്കുന്ന പോലെയല്ല. കുഴപ്പമില്ല, പ്രശ്നമില്ല. KS1 bro, thank you for the 500 kick points. Day by day, step by step, brick by brick is how you win. Okay. ഗ്യാങ് ഫോം ആയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കുറേയൊക്കെ ഗ്യാങ് ഫോം ആവണം. ഫോം ആയിട്ട് അടിച്ച് മുന്നിൽ വരണം. അപ്പം കുറേയൊക്കെ പേരെ കോൺഫിഡൻസും കുറേ പേരെ കോൺഫിഡൻസ് പോവും, കുറേ പേരെ കോൺഫിഡൻസ് കൂടും. അന്ന് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നോക്കാം, വി വിൽ ട്രൈ ഹാർഡ്. നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അല്ല ശരിക്കും നമ്മളിവിടെ ബാക്കി സ്ലോട്ടിലെല്ലാം മാക്സിമം PvP പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്തെടുക്കും എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. ഇപ്പൊ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഗ്യാങ് ഉറപ്പായിട്ട് നമ്മൾ ടോപ്പ് ലെവലിൽ എത്തിച്ചിരിക്കുക. അതിപ്പോ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും എല്ലാരും ഇപ്പൊ ഇവിടെ ഉള്ള ഗ്യാങ്ങിലുള്ള 24-25 മെമ്പേഴ്സ് ഒരേ കണക്കാണ് പോകുന്നത്. അപ്പൊ അവരെല്ലാരും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സിറ്റി കയറി ആക്റ്റീവായി നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാരും പറയുന്ന ഇത് തന്നെയാണ്. അപ്പം ഇനി വരുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം വേറെ എന്ത് പറയാൻ ഷേക്ക് എന്ത് പരിപാടി? ഇനി PUBG കളിക്കുന്ന, ലൈവ് നിർത്തുന്ന? ലൈവ് എൻ്റെ ചെയ്യടാ, പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വേറെ വല്ല പരിപാടി ഒന്നും നോക്കാം പറയില്ല. നാളെ. സത്യം പറഞ്ഞാ താല്പര്യമില്ല, അതാ എന്നിപ്പോ കളിക്കാനൊന്നും ഒന്നിനും മൂടില്ല. ഞാൻ ലൈവ് വരണ്ടാന്ന് കരുതാ. പിന്നെന്താ വെച്ചാ വരാന്നിട്ട് എന്താ, നമ്മളിങ്ങനെ ബാക്ക് ഓഫ് ചെയ്താണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് വന്നത് പോലും. ആക്ച്വലി ഇല്ലാന്നുണ്ടെങ്കിൽ വരൂല. എന്റെ വൈഫൈ എക്സ്റ്റൻഡർ നാളെ കിട്ടും. ഞാൻ PUBG ഡെയിലി ലൈവ് ഉണ്ടാവും. വൈ PUBG ബ്രോ? മാരിനെ വിളിച്ച് PUBG കളിച്ചാലോ? ഇപ്പൊ മാരി കണ്ടോ ഇന്ന് നോക്ക്, ഞാൻ മെസ്സേജ് അയച്ചു. അല്ലാത്തപ്പോ PUBG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പട ടീംസ് ഒക്കെ. മാരിനെ കളിക്കട്ടാ, ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അനാവശ്യ വള്ളികളിലൊന്നും പോയി ചാടരുതിട്ടാന്നുള്ളൊരു രീതിയിൽ. ഇല്ല ശരിക്കും ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്താ അവസ്ഥ അറിയില്ല. PUBG കയറി ബോസേ, PUBG ചെയ്യണടാ. എന്തൊരു കഷ്ടമാണ്, എനിക്കൊരു മട്ടം കിട്ടുന്നില്ല. മാരിയെ വിളിച്ചാണടാ, മേക്കെ എല്ലാരും മാരി എന്ന് പറയുന്നത്. ഞാൻ വിളിക്കുന്നു. ഫ്ലഫീനെ വിളിച്ചിട്ടുണ്ടോ? വിളിക്കുന്നു. ചക്കേ ലൈവ് ആണോ നീ? ബാ PUBG കളിക്കാം. ഓ ബ്ലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നല്ലേ ഡിസ്കോഡിൽ, ഞാൻ കണ്ടില്ലായിരുന്നു. ശരിക്കും വിളിക്കുന്നു നിന്നെ PUBG കളിക്കാം. ഇത്രയും എത്തിയത് എങ്ങനെയൊക്കെയാണ് എന്ന് അറിയാലോ കാച്ചി. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ. അത്രേ ഉള്ളു ബ്രോ. ഫാബ്രോ അത്രേ ഉള്ളു. അവന്റെ മാച്ച് ഇപ്പൊ കഴിയാതെ. ഏത് മാച്ചാ? അവൻ എന്തോ കളിക്കുന്നേ? PUBG തന്നെ. PUBGയിലുണ്ട്. ആ PUBG ബിട്രയലൊന്നും പറയാനില്ലടാ. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. നമ്മളങ്ങനെ ഇരുന്ന് എല്ലാം കൊണ്ടുവന്നിട്ട് വിഷമാന്ന് മനസ്സിലായോ? പക്ഷെ ഞമ്മക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് അവരാധിക്ക ബാക്കിയുള്ള ആൾക്കാരെ പോലെ. ഓരോരുത്തർ പോകുമ്പോഴും ഓരോ ഗ്യാങ്ങിലും ഓരോരുത്തർ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് അവരാധാ. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല, മനസ്സിലായോ? നമുക്കതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഫിഗോ ബെറ്റർ. ആരാ ഫിഗോ? ലൂയിസ് ഫിഗോ എന്താണ്? മറ്റേ പിന്നെ പോർച്ചുഗലിന്റെ കളിക്കാരനല്ലേ ഫിഗോ? ഫിഗോ മറ്റേ ക്ലബ് മാറിയ എന്തെല്ലാം എക്സാമ്പിൾസ് അല്ലേ. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി. നോക്കണ്ട, കുറച്ച് പേരെന്തായാലും ഇപ്പം നമ്മൾ ഉമ്പി എന്നുള്ള രീതിയിലെല്ലാം വരുന്നുണ്ടാവും. അതൊന്നും നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. അവന്മാർക്ക് വലിയൊരു ഇതൊക്കെ ആയിട്ട് ഇപ്പൊ തോന്നും. എവിടെ മാരി ഉണ്ടോ? PUBG കയറിയ കുറച്ചു നേരം
എന്ത് മൈൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ 70% ആയി പബ്ജി. കുറുപ്പ് ഓക്കെ അല്ലേന്നോ? കുറുപ്പ് ഓക്കെ ആണോടാ കുറുപ്പേ? കുറുപ്പ് ഒക്കെയാണ്. കുറുപ്പേ. കുറുപ്പിന് എന്തൊരു സങ്കടം. കുറുപ്പ് ഒക്കെയാണ്. ആണോ? യെസ് യെസ്. പബ്ജി കളിക്കാം. വാ, 2 വെടി വെക്കാം നമുക്ക്. ശരി. ശരി, ഞാൻ ദാ കേറുന്നു. എനിക്കാണെങ്കിൽ വാട്സാപ്പ് തുറക്കാൻ വയ്യ. ഒരു ലോഡ് മെസ്സേജ് തന്നെ. എനിക്ക് കോളുകൾ വന്നോണ്ടിരിക്കണം. ഞാൻ ഓഫ് ആക്കി. ഞാൻ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു കുറച്ച് നേരത്തേക്ക്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. എനക്കും ഉണ്ട് കുറേ ഷെയ്ക്ക് മെമ്പേഴ്സ് മെസ്സേജ് എല്ലാവരും ഇപ്പോഴാണ് അറിയുന്നത്. നമ്മളെ ഗാങ്ങിലുള്ള ആൾക്കാർ പോലും ഇപ്പോഴാണ് അറിയുന്നത്. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ അവർക്ക് എന്തിനു പറയാൻ. ഞാൻ വെബ്സീരീസ് എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് വെബ്സീരീസ് പക്ഷേ ഞാൻ പറയട്ടെ ഗൈസ്, അലക്സിനവിടെ നിർത്താൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അലക്സിനോട് നീ നോക്കിയിട്ട് എന്താ വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഇവിടെ 100 ഇട്ട് കണ്ട് നിനക്ക് കളിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല, പോകണം എന്നുള്ള മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നീ പൊയ്ക്കോന്ന് തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയാ, അലക്സിനെ ഏറ്റവും കൂടുതൽ ഇവിടെ പിടിച്ച് നിർത്താൻ നോക്കിയത് നോക്കിയാണ്. സീരിയസ്ലി നോക്കിയ കുറേയൊക്കെ അവനെ വിളിച്ചാണ്ട് എന്തെല്ലോ ട്രൈ ചെയ്തു. പക്ഷേ അവൻ ഡബിൾ മൈൻഡായി പോവാണെന്നുള്ള രീതിയിലാണ് നോക്കിയ പറഞ്ഞത്. അത് പറയണ്ട, അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിന് നാളെ അതൊരു കോൺട്രവേഴ്സി ആവും. എനിക്ക് വെച്ചാൽ കോൺട്രവേഴ്സികളൊന്നും നമുക്ക് തലമ വെക്കാൻ താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയ ഒന്നും അങ്ങനെ ഇട്ട് പോലെ കഴിച്ച്. നോക്കിയക്കൊക്കെ അത്രയും ഒന്നുമില്ലാത്ത സമയത്ത് നോക്കിയതിനൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളൊരു കൺസിഡറേഷൻസ് നോക്കിയൊക്കെ ഉണ്ട്. ആ ഗ്യാങ് ഡിസ്മാൻഡിലായപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഓൻ ആ വൈഫൈ എടുത്ത് കൊടുത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓനൊരു വൈഫൈ ആകെ 2500 റുപ്യേൻ്റെ വൈഫൈ ആണ് ഞാൻ ആദ്യം ഓനാകെ എടുത്ത് കൊടുക്കണത്. ആ ഒരു വൈഫൈൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഓൻ ഇവിടെ നിന്നീനത്. ഇതിൽ വേറെ ഇതേപോലെ ഓന് വേറെ വിളി വന്നിട്ട് പോലും ഓൻ പോയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓൻ്റെ ഒപ്പം ഉള്ള ആൾക്കാർ ഇപ്പോൾ പല ഗ്യാങ്ങിലും കളിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അവിടെ നിന്നൊക്കെ വിളി വന്നിട്ട് അതേമാതിരി പോയിട്ടില്ല. അവർ വിളിച്ചിട്ടോ. ഇനി ഞാൻ ഇതേമാതിരി നിങ്ങൾക്കറിയാം, ഒബ്വിയസ്ലി ഓൻ്റെ കൂടെ കളിച്ച ആൾക്കാർ KVL-ഉം TVL-ആണ് കയറിയത്. ഇനി KVL TVയും വിളിച്ചു എന്ന് ഞാൻ പറയണില്ല, അത് വിളിച്ചിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഇതേപോലെ അവൻ്റെ ഒപ്പം കളിച്ച പ്ലേയേഴ്സ് ഇതേമാതിരി വിളിച്ചിട്ട് അവൻ പറഞ്ഞത് ഇല്ല, ഇതേപോലെ ഇവിടെ കയറി ഇനി എന്തായാലും മാറ്റൂല, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ ഓൻ നിന്ന പ്ലെയറാണ് നോക്കിയ. പറയുമ്പോൾ ഓനെ ആകെ ഒരു 2500 റുപ്യേൻ്റെ വൈഫൈ വാങ്ങിക്കൊടുത്ത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്തായാലും സ്റ്റിൽ ഓൻ ഇവിടെ നിൽക്കുമ്പോൾ ഓനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കത് അനുഭവത്തിൻ്റെ പുറത്ത് പറയാം. ഇപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ട്രൈ ഹാർഡാ ഓൻ അലക്സിനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ട്രൈ ഹാർഡ് ചെയ്തത് ഓനാ. കാരണം ഓൻ ഈ ഗ്യാങ് ഒരു ബെസ്റ്റ് ആക്കണം എന്നുള്ളത് നമ്മളെ പോലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് നോക്കിയ. ബട്ട് ഡോണ്ട് ട്രസ്റ്റ് ഹിം. അയ്യോ എനിക്കറിയില്ല. അയ്യോ ആരും നമ്പാൻ പറ്റുന്നില്ലടാ, അതാണ് പ്രശ്നം. മനസ്സിലായ? വിശ്വാസം അതല്ലേ അല്ല. ഞാൻ അതാ പറഞ്ഞത്, ഈ ഒരു സാധനം വിശ്വസിക്കാൻ പറ്റൂല നമ്മള്. അതാ ഇരുന്നോട്ടെ. എനിക്കിപ്പോ എന്റെ നെറ്റിനെ പോലെ വിശ്വാസമില്ല. ഇപ്പൊ 18 MB കാണിച്ചിട്ട് ഇപ്പൊ 8 MB ചപ്പ നെറ്റ് താഴപ്പോ. ഷെയ്ക്ക് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഗൈസ്. ഞാൻ ഈ അലക്സ് സജസ്റ്റ് ചെയ്തൊരു പ്ലെയർ ഉണ്ടായിരുന്നു, ഇന്ന് അവനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ചക്ക് വരെ എനിക്ക് വിളിച്ചിട്ടുള്ളൂ. ഉച്ചക്കല്ല, 3 മണി 4 മണിക്ക് എന്തോ ആണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറുപ്പിനോട് ബിലാലിനോട് സംസാരിച്ചൊക്കെ ഞാൻ പുറത്താണ്, ഓരോട് സംസാരിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞു. അതാണ് ഇന്നിപ്പോൾ അലക്സിനായിട്ട് ആദ്യം ഉണ്ടായ കോള്. കഴിഞ്ഞ അടുത്ത കോള് വിളിക്കുന്നത് ഷെയ്ഖ് ബ്രോ ഇങ്ങനെ
പോവുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. ഭയങ്കര ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞപ്പം അപ്പൊ എന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം, മനസ്സിലായോ? എവിടെ മാരി ഉണ്ടോ? ഞാൻ കേറി. നന്ദു ഉണ്ടല്ലോ. നീ എവിടെ ഇതില്? നന്ദുണ്ട്. ഞാൻ നിങ്ങൾ ഏത് അക്കൗണ്ടിലാ? മറ്റേ അക്കൗണ്ടിലാണോ? MRC ഷെയ്ക്ക്. അല്ലല്ലോ, ഞാൻ വന്നല്ലോ. അലക്സ് സെഡ് MRC is the worst decision no ever taken. MRC ഒപ്പീനിയൻ ചോദിച്ചത്, MRCനെ പറ്റി ഒപ്പീനിയൻ ചോദിച്ചപ്പോ അലക്സ് മോക്കിങ് MRCയോ? അറിയാത്ത കാര്യങ്ങളെ പറ്റി പറയണ്ടടാ, നമ്മൾ കണ്ടിട്ടില്ല. പ്ലീസ്. അവരാധിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു തലക്കുന്ന നമുക്ക് എന്തെല്ലാം പറയാം, പക്ഷെ നമ്മളൊന്നും ചെയ്യണ്ട, മനസ്സിലായോ? DC അൺലോക്ക് എന്തിന്? നിങ്ങൾ DC അൺലോക്ക് ആക്കി ആ ക്ലിപ്പ് കൊണ്ടുവന്നിടും കുറുപ്പേ. ഞാൻ പിന്നെ എനിക്ക് ഓരോന്ന് പറയേണ്ടി വരും, മനസ്സിലായ? ഇല്ല അത് അൺലോക്ക് ചെയ്യണം. റക്ക നീ കുറച്ചു നേരം ഞാൻ പറയുന്നത് ഷെയ്ക്ക് പറയുന്ന ഒന്നും തൽക്കാലം ഇപ്പൊ കേൾക്കണ്ട. ദൈവത്തെ ഓർത്ത് അവന് ഇനി അത് തുറക്കാത്തതിന്റെ ഉറവിട ഉണ്ട്. കുറുപ്പ് പോവാ. കുറുപ്പേ നീ പോവാടാ TVയില്. കുറുപ്പ് പോയാ? ചത്ത കുറുപ്പ്. ഓ, ഞാൻ ഇത്ര നേരം മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടാണല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. വാവ്. കുഴപ്പമില്ല, തിരിഞ്ഞു കാണും. കുഴപ്പമില്ല. ഞാനാണെങ്കിൽ കുറെ നേരം കൊണ്ട് റിപ്ലൈ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനൊക്കെ ഷെയ്ക്കും തിരിച്ചു പറയുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ അതല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. ഇല്ല, നമുക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇല്ല, mute ഒന്നും ആയിരുന്നു, പറയണ്ട, മാറ്റി ജസ്റ്റ് കേൾക്കുന്നു. കണ്ടാ മതിന്നോ? എടാ അൺലോക്ക് ചെയ്താണ്. അൺലോക്ക് ചെയ്യടാ നൈസേ. ഇതെങ്ങനെ ഇത് എന്തോ എനിക്ക് പഠിപ്പിച്ചെന്നീനല്ലോ പണ്ടാറ. ആശ അൺലോക്കോ എന്താണ് ഇതിന്റെ? കേക്കരുത് കേട്ടോ പറഞ്ഞാലേ. ചാനൽ എന്താണ്? ചാനലോ അതെന്താണ്? ഷെയ്ക്ക് കാണുന്നത് ആവശ്യമില്ലാത്തയാണെങ്കിൽ കണ്ടിട്ട് അതേപോലെ കളയണം, മനസ്സില് കേട്ടല്ലോ? നമ്മള് റിയാക്ട് ചെയ്യരുത്. അല്ല എന്താന്ന് കാണണല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യോ? സ്ക്രീൻ ഷെയർ എടാ അൺലോക്ക് ആയോ നോക്കിയാണ്? എനക്ക് അറിയില്ലട്ടത് അൺലോക്ക് ആയിക്കണോന്നുള്ളത്. എടാ ഇതിന്റെ ആൾക്കാരാരാ? ഇതൊന്ന് തീരുമാനമായി കാട്ടിയാണ്. ഇത് എങ്ങനെ ഇത് ചെയ്യണ്ട്? ആ എമിക്സ് അൺലോക്ക് ചെയ്തു. എത്ര ആളാണ് അൺലോക്ക് ചെയ്തത്? എന്റെ ലൈവ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഡിലേ ഉണ്ടോ നോക്കി പറഞ്ഞേ. ഗോഡ്സ് ഓഫ് ദ സൺ ആൻഡ് സ്കൈ, എ ബാറ്റിൽ ഓഫ് ഡിവൈൻ പവർ. Ra, the Egyptian god, Egyptian mythology. Zeus, the Greek king of gods. അതന്നെ. ഞാൻ അപ്പുറത്ത് ഷെയ്ക്കിന്റെ ലൈവിൽ ഞാൻ തന്നെ അല്ലേ വർത്താനം പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടെ ലൈവ് ഇട്ടപ്പോ എന്റെ ലൈവ് വന്നിട്ട് അലക്സ് TV എന്ന് പറഞ്ഞാൽ എനിക്കിതൊരു പുതുമയുള്ള കാര്യമല്ല, മനസ്സിലായോ? നിങ്ങൾ അറിയുന്നതിന് മുമ്പ് അമ്മ അറിയില്ല എന്തായാലും. ഇതെന്താ ചോദിക്കാം? ഇവിടെ ഞാൻ ഇവിടെ ലൈവ് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് അലക്സ് പോയല്ലോടാ, അലക്സ് കുറുപ്പ് പോകുമോ ചോദിക്കുന്നതാ കുറുപ്പേ. ഞാൻ ഇതന്നെ പറയുള്ളൂ. ഞാനോ? കുറുപ്പേ ഹലോ, നിനക്ക് എവിടെയും പോണോ കുറുപ്പേ? ഞാൻ എന്തായാലും എന്റെ പേരിൽ എന്തായാലും പർച്ചേസിന്റെ ഇതൊന്നും പോയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞ ഒരു കാര്യമാണ്, ഇവിടുന്ന് പോകുന്നെങ്കിൽ ഞാൻ കളി നിർത്തത്തേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. GTA ആണ് നിർത്തുന്നത്, PUBG ഒന്നും നിർത്തത്തില്ല. ഞാൻ നിർത്തില്ല ഈ ടീം ഞാൻ ഈ ടീമിൽ നിന്ന് ഷെയ്ക്ക് നിർത്തി പോകാതെ ഞാൻ എന്തായാലും നിർത്തി പോവില്ല. അല്ല ഇന്നെ നിർത്തി പറഞ്ഞേക്കാൻ കൊറേ പേര് ട്രൈ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. നീ കേട്ടല്ലേ ഇപ്പൊ? മാക്ക് കേട്ടല്ലേ? അതിലൊക്കെ എനിക്ക് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ എനിക്ക് പറയാനുള്ളൂ, മനസ്സിലായോ? വെറുതെ അലിഗേഷൻസ് കൊണ്ടുവരാന്നല്ലാതെ ഒരു അണ്ടിയും നമ്മൾ തെറ്റിയെടുത്തോളം കാലം നമുക്കറിയാം. എവിടെ എന്തിനണ്ടി വെറുതെ ഈ ഇതിങ്ങനെ കാത്തിരുത്തിയിട്ട് ഇവിടെ ഒരു തേങ്ങയും വരുന്നില്ലല്ലോ. എവിടെ അപ്പൊ മാരി ഇല്ല? മാരി ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത്, ഈ റിക്രൂട്ട്മെന്റ് ഇപ്പൊ കറന്റ് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പലവട്ടം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഭയങ്കര ഞാൻ എല്ലാ PvP സിനാറിയോസും കാണാറുണ്ട്. പക്ഷെ ഞാൻ TV-യിൽ ആരെയും പോയി അങ്ങോട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി വിളിക്കാറില്ല. കളിക്കാൻ താല്പര്യം, TV കളിക്കാനുള്ള താല്പര്യമുള്ള പ്ലേയേഴ്സ് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് പറയുകയാണ് ചെയ്യാറുള്ളത്, മനസ്സിലായോ? അപ്പം
നമ്മുടെ സേതു ആണ് എനിക്ക് അലക്സിനെ റെക്കമെൻഡ് ചെയ്തത്. കാരണം ഒരു ദിവസം 8, 9, 10 മണിക്കൂർ TDM ഗ്രൈൻഡ് ചെയ്യണ ഒരു പ്ലെയറാണ് ഈ അലക്സ് എന്ന് പറയുന്ന പയ്യൻ. ആൻഡ് അവന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അലക്സിനെ നമ്മുടെ അതിനകത്തോട്ട് റെക്കമെൻഡ് ചെയ്ത സമയത്ത്, സേതു റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഇതുപോലെ അവൻ്റെ കുറേ കാര്യങ്ങളും അവൻ്റെ കുറേ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ പറയണത് പോലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ, റെപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ RP വൈസ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഈ ഇപ്പം നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനായതുകൊണ്ട് അവൻ്റെ വീട്ടിലും അവൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയണത് പോലെ ഒബ്വിയസ്ലി ചോദ്യം വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പെണ്ണേഴ്സും ഡ്രഗും അതും ഇതും ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ടാഗിൽ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുറച്ച് പ്ലേയേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അതിലൊരു കൂട്ടത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ഒരാളാണ് അവൻ. അപ്പം അവന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഗ്യാങ്ങിൽ കളിക്കണം എന്ന് പറഞ്ഞു. സോ ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പം ആക്ടിവിറ്റി വൈസ് ആണെങ്കിലും PvP വൈസ് ആണെങ്കിലും നല്ല കഴിവുള്ളൊരു പ്ലെയർ. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൂടാ എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ TVക്കകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്തിടുക എന്നുള്ളൊരു സാധനം മാത്രമല്ലാതെ എനിക്കിത് കണ്ടിന്യൂസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്ലിയർ വിഷൻ എന്ന് പറയുന്നത് എനിക്ക് PvP അല്ലെങ്കിൽ PvP എന്ന് ഞാൻ പറയണത് ഈ ഗെയിമിൽ ഇതിലൊന്നുമില്ലല്ലോ. അലക്സ് എന്തോ അറിയുന്നെന്ന് പറഞ്ഞത് നിങ്ങൾ ചുമ്മാ. ഞങ്ങളെ 2K പിന്നെ അക്കൗണ്ടിൽ ലോയൽറ്റി വെച്ച് സത്യം നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അത് ആ ഒരു ഇതിൻ്റെ പുറത്തൊക്കെ ആടാ നമ്മൾ ലൈവ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴോ അത് വൈൻഡപ്പ് ചെയ്ത് നമ്മളെ പരിപാടിയും കൊണ്ട് പോവും, അതല്ലേ. പക്ഷെ ഇനി എടുക്കാൻ പോണ റിക്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ റിക്രൂട്ട്സ് ആയിരിക്കും ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒരു അലക്സ് പോയാൽ നമ്മൾ 100 അലക്സിനെ കൊണ്ടുവരും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നല്ല ദിവസമല്ല എന്തായാലും. സുഖനിദ്ര, ശുഭനിദ്ര. ബൈ, ഗുഡ് നൈറ്റ്.